ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വണ്ടി വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ. വണ്ടിയുടെ ബ്രേക്ക് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് നേരാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറ്റിക്കോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും ചക്കരി ഇഷു ബേബിയും കൂടി. കുറ്റിക്കോട്ടേക്ക് ഒരു 1.5 കിലോമീറ്റർ ഞങ്ങൾക്ക് ദൂരമുണ്ട് കേട്ടോ, നടക്കാനുള്ള ദൂരമുണ്ട്. സാധാരണ വണ്ടിയിലാണ് സ്ഥിരമായി പോവാറ്. ഇന്നപ്പം ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നടന്നിട്ടു, ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും ഒന്ന് നടന്നു പോയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണ വഴിക്ക് വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടന്നതാണ് കേട്ടോ. കണ്ടോ, ഞങ്ങളുടെ ഗ്രാമം നല്ല ഭംഗിയില്ലേ, നല്ല പച്ചപ്പും നല്ല കൃഷിയിടവും മരങ്ങളും എല്ലാം ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു നാടാണ് ഞങ്ങളുടെ നാട് കേട്ടോ. ഞാനും ഇഷു ബേബിയും കൂടി മുന്നിൽ നടക്കുകയാണ്. വീഡിയോ ഒക്കെ ചക്കരങ്ങനെ എടുത്തിട്ട് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നടന്നു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ദൂരം ഇങ്ങനെ നടക്കുക, അപ്പോൾ നമ്മൾ ഒരുപാട് പേരെ കാണും, അവരോട് സംസാരിക്കുക, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും നിൽക്കാറില്ല, നടന്നു പോവാറില്ല, ഒക്കെ ഈ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്ക് മാത്രം. അപ്പോൾ ഞങ്ങളിങ്ങനെ റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ 3 ആളും കൂടി ഉള്ളതുകൊണ്ട് എത്തണത് അറിഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് എത്തിയ പോലെ ഞങ്ങൾക്ക് തോന്നിയത്. പാടത്തിൻ്റെ വക്കത്തു കൂടെയാണ് ഞങ്ങൾ പോണത് കേട്ടോ. ഇതുണ്ടോ, ഈ നെൽപ്പാടമൊക്കെ ഏകദേശമൊക്കെ വിളവാവാറായ നെൽപ്പാടാണത്, കൊയ്യാറായിറക്കണു. ഇപ്പോൾ ഈ വെള്ളം വന്നിട്ടാണ് കണ്ടോ ഇനി ചാല് കീറി കൊടുത്തിറക്കണത്. അത് വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം കൊയ്യാറായിറക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തിറക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനും ചക്കരയും ഇഷു ബേബിയും കൂടി ഇങ്ങനെ ഓരോന്നിങ്ങനെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ നടന്ന് പോയി കേട്ടോ. ഏകദേശം ഒരു 5:30 ഒക്കെ ആയിറക്കണു സമയം, സൂര്യമൊക്കെ അസ്തമിക്കാറായിറക്കണു കേട്ടോ. ആ സമയത്താണ് ഞങ്ങൾ പോണത്. അപ്പോൾ കാര്യമായിട്ട് വെയിലൊന്നുമില്ല, നല്ല സുഖം. ആ നേരത്ത് നടന്നു പോകാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ശരിക്കും വെയിലാറിയിട്ട് ഈ നേരത്തൊക്കെ നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പക്ഷേ അധികം ആരും അതൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുകയാണ് ചെയ്യുക. എല്ലാവരും മീൻസ് അതിൽ ഞങ്ങളും പെടും കേട്ടോ. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇപ്പം മടിയാണ്. അങ്ങനെ പോണ വഴിക്കേണ്ട 2 മയിലുകൾ അത് കൂടെ ഇങ്ങനെ ഓരോന്ന് കൊത്തി തിന്നുകൊണ്ട് നടക്കണുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടത്തേക്ക് സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. വീടിൻ്റെ ഉമ്മറത്തും എല്ലായിടത്തും ഉണ്ടാവും, മയിലുകൾ നിറയെ ഉണ്ടാവും. ഇഷു ബേബി അവർ കോട്ടയത്താണ്, കാരണം അവിടെ അധികം ഇങ്ങനെ ഇത് കാണാറില്ല. അപ്പോൾ ഇഷു ബേബിക്ക് മയിലിനെയൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കണ്ടോ കാക്ക, അവ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാറില്ല. ഇപ്പം കണ്ടോ മീതത് കാക്ക, പക്ഷികളൊക്കെ കാണുമ്പോൾ അവൻ മേപ്പിട്ട് നോക്കി അങ്ങനെ നടക്കുകയാണ്. എല്ലാതും കാക്കയാണ് കേട്ടോ. അവന് എന്തിനെ കണ്ടാലും അവൻ കാക്ക എന്നേ പറയുള്ളൂ. കൊറ്റീനെ കണ്ടാലും തത്തേനെ കണ്ടാലും മയിലിനെ കണ്ടാലും ഒക്കെ അവന് കാക്കയാണ്. അതൊക്കെ കണ്ട് പിന്നെ അവൻ നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവൻ ഞങ്ങളെ എടുക്കാൻ തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എടുക്കട്ടെ ചോദിച്ചാൽ അവൻ വേണ്ട പറയും. അങ്ങനെ പിന്നെ വർക്ക്ഷോപ്പ് വരെ അവൻ അങ്ങനെ നടന്നു കേട്ടോ. ഞങ്ങളും എല്ലാം അവനനുസരിച്ച് ഇങ്ങനെ നടന്നു പോവുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാരിങ്ങനെ സംസാരിക്കാൻ വരുന്നുണ്ട് കേട്ടോ. കാരണം നടന്നു പോക്ക് കാണാറില്ല. അപ്പോൾ എന്താ നടക്കണേ, പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും അങ്ങനെ ഒരുപാട് പേര്, പരിചയമുള്ളവർ ഒരുപാട് ഞങ്ങളോട് വന്ന് സംസാരിച്ചു. അങ്ങനെ മെല്ലെ നടന്ന് ഞങ്ങൾ വർക്ക്ഷോപ്പിൽ എത്തി. ഞാൻ അവിടുന്ന് പൈസയൊക്കെ കൊടുക്കുകയാണ് അവർക്ക്. അത് കഴിഞ്ഞപ്പോൾ അവരൊന്ന് ഓടിച്ച് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ഓടിച്ച് നോക്കിയതാണ് കേട്ടോ. ഹെൽമെറ്റ് ഇട്ടിട്ടില്ല, അതിന് കാരണം ഞാൻ അവിടെ മാത്രം ഒന്ന് ഓടിച്ച് നോക്കുക ചെയ്തുള്ളൂ. അതും കഴിഞ്ഞ് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് പെട്രോൾ പമ്പ്. ഒന്ന് പെട്രോൾ അടിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോന്നു. പിന്നെ എവിടേക്കും കയറുകയൊന്നും ചെയ്തില്ല. വീട്ടിലെത്തിയപ്പോഴേക്ക് ഏകദേശം ഇരുട്ടാവാറായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ട് രാത്രി ആയപ്പോൾ നമ്മുടെ അടുത്തുള്ള കുട്ടികളൊക്കെ പാടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം കെട്ടിയിട്ട് അവർ വന്നായിരുന്നു, കൊട്ടും മേളമൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതൊരു രസമല്ലേ. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുക്കുന്നത് മാത്രം. ചെറിയ കുട്ടികളാണ് കേട്ടോ, വലിയവരൊന്നുമില്ല, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.